ഹായ് ഗൈസ്, അപ്പോൾ എൻ്റെ അടുത്ത സ്റ്റഡി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നിപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നു കേട്ടോ. ഞായറാഴ്ച എക്സാം കഴിഞ്ഞ് തിങ്കളാഴ്ച ആയി വന്നിട്ട് ഇന്നിപ്പോൾ ഞാൻ ചൊവ്വാഴ്ചയാണ് എന്താ പറയുക പഠിക്കാതിരിക്കണം കേട്ടോ. ഇനി ചിലപ്പോൾ ഈ വീഡിയോ എത്തുമ്പോൾ ചിലപ്പോൾ വ്യാഴാഴ്ച കാര്യങ്ങളത് കാണുന്നുണ്ടാവുക ഇൻഷാ അള്ളാ. അപ്പം എൻ്റെ ഒരു ദിവസം ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു എന്താ പറയുക എല്ലാവരും ഒന്ന് അറിഞ്ഞോട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യണം. ഇഷ്ടമായാലും എല്ലാവരും ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടുതൽ എൻ്റെ വിവരങ്ങളും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലത്തെ വിവരങ്ങളൊക്കെ എല്ലാവർക്കും കാണാനും എല്ലാവർക്കും ഒരു മോട്ടീവ് ആവുമോ എന്നുള്ളത് അറിയില്ല, പക്ഷേ മാക്സിമം മോട്ടിവേഷൻ ആവാൻ ഞാൻ ശ്രദ്ധിക്കാം. അപ്പോൾ 3:30 എന്താ പണിയൊക്കെ കഴിഞ്ഞ് ഓൾ ഉറങ്ങിയിട്ടൊക്കെയാണ് പഠിച്ചായിരുന്നത്. അപ്പോൾ സോഷ്യോളജിക്കൽ തോട്ട്സ് ആണ്. ഇനി 31-ാം തീയതി ആണ് എക്സാം. 1 വീക്ക് സമയമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് വന്നിട്ട് ചൊവ്വാഴ്ചയാണ് പഠിച്ചായിരിക്കണം. റൂമൊന്നും സെറ്റല്ല, ഒന്നും വൃത്തിയാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താ പറയുക, ഒന്നിനും സമയം കിട്ടില്ല. ഞാൻ തിങ്കളാഴ്ച വൈകുന്നേരമാണ് എത്തിയതും. പിന്നെ ചൊവ്വാഴ്ച ആയപ്പോഴത്തേന് സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്നും ഞാൻ റെഡിയാക്കി വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇരുന്ന് കുറച്ച് നേരം പഠിക്കുക, എന്നിട്ട് ഓൾ എണീക്കുമ്പോൾ അതൊക്കെ റെഡിയാക്കി വെക്കുക, അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റിലാണ് കേട്ടോ. ഒന്നും ടേബിൾ മേലെ ഒന്നും ഇപ്പോൾ എൻ്റെ സ്റ്റഡി ലാബിലാണെങ്കിലും ഒന്നും വെക്കാൻ പറ്റില്ല. കാരണം ഓൾ വലിച്ചിടും ചെയ്യും, അതിമക്ക് കയറും ചെയ്യും. അങ്ങനെ ആയിക്കണം ഇപ്പോൾ. അതുകൊണ്ട് തന്നെ അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക റിവിഷൻ ചെയ്യാൻ കേട്ടോ. കാരണം ഈ ഉച്ചക്കൊന്നും പഠിച്ചാൽ തന്നെ തലയിൽ തന്നെ കയറില്ല. മറവി നല്ലോണം ഉണ്ട് ഇപ്പോൾ. നല്ല മറവിയാണ്. ഒന്ന് പ്രസവിച്ചാൽ മറക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അറിയില്ല സത്യാവസ്ഥ എന്താണെന്ന്. എന്തായാലും ഒരു ചാപ്റ്റർ തന്നെ 1, 2, 3 വട്ടം വായിച്ചാലേ എനിക്ക് തലയിൽ കയറൽ തുടങ്ങിയിട്ടുള്ളൂ. ഒന്നാമത് സമയമല്ല, പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ. പല പല കാര്യങ്ങൾ നമ്മൾ തലമണ്ടയിൽ കൂടെ ഓടിക്കരം. 100 പഞ്ചായത്ത് ഉണ്ടാകും. കുട്ടി നീച്ചുമ്പോഴത്തേന് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഇതാക്കണം, ഒക്കെ എന്താ കൊടുക്കുക, അങ്ങനത്തെ പല കാര്യങ്ങളുടെ ഇടയിലും ഈ പഠനം കൂടെ ഒക്കെ ആകുമ്പോൾ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരു മുട്ടായി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ 1 മാസത്തോളമായിട്ട് ഇവിടുന്ന് പോയിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലേനു. അങ്ങനെ ആയപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ ആൾ എനിക്കൊരു മുട്ടായി കൊടുന്നു തന്നതാണ്. സംഭവം പഠിക്കാൻ വേണ്ടിയിട്ട് മുട്ടായിയൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ മുട്ടായി തിന്നു കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്നുറക്കും. എനിക്ക് അങ്ങനെയൊക്കെ ഒരു സ്വഭാവമുണ്ട്. മുട്ടായി കഴിയോളം ഇരിക്കുള്ളൂ പഠിച്ചാൻ. കാരണം ആ സമയം എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ റിസ്ക് എടുത്ത് പഠിക്കുകയാണ്. കാരണം നല്ല ഉറക്കം വരും, തലയിലും കയറില്ല, വായിച്ച കാര്യങ്ങൾ തന്നെ വായിച്ചും ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ഇപ്പോൾ ഞാൻ എന്താക്കി റിവിഷൻ ചെയ്തു. നന്നായിട്ട് പഠിച്ച ഭാഗങ്ങളൊക്കെ ഒന്നും കൂടെ റിവേഴ്സ് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിച്ചു കേട്ടോ. മാക്സിമം നമ്മൾ നല്ലോണം പഠിക്കുക. കാരണം നമ്മൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കുട്ടീനെ നോക്കി തരാത്തതുകൊണ്ടാണ് നമുക്ക് പഠിക്കാൻ സമയമില്ലാത്തത്. അങ്ങനെ നമ്മൾ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ തോറ്റാലും ജയിച്ചാലും നമ്മൾ സഹിക്കുക. കാരണം നമ്മളായിട്ട് തിരഞ്ഞെടുത്തതാണ്. എന്നോട് ആൾക്കാർ പറഞ്ഞിനി ചോദിച്ചിനി എന്തിനാ വെറുതെ കുട്ടീനെ നോക്കുക ചെയ്ത് പഠിക്കുക ചെയ്യാന്ന്. അപ്പോൾ ഞാൻ അത്ര ഇതാക്കിയിട്ടില്ല. പക്ഷേ എങ്ങനെയായാലും നമ്മൾ വെറുതെ ഒഴിഞ്ഞിരിക്കണ്ടല്ലോ, ഒഴിവുള്ള സമയത്ത് പഠിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എക്സാമൊക്കെ ആകുമ്പോഴാണ് ടെൻഷൻ കൂടുതൽ കൂടി വരിക ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഒന്നും പഠിച്ചും കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആ എക്സാമൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് എന്താ പറയുക ഇതൊക്കെ ഒരു പക്ഷേ നമുക്കത് ഉപേക്ഷിക്കാനും തോന്നില്ല. കാരണം നമ്മളെ കരിയർ, നമ്മളെ സ്വപ്നം അതും ആണേനും. നമുക്കാണെങ്കിൽ ഈ കുട്ടീനെ നമ്മളൊപ്പം കൊണ്ടുപോവുകയാണ്. അതും പിന്നെ പോരാഞ്ഞിട്ട് നമ്മളെ വീട്ടിലെ ജോലിയൊക്കെ നമ്മൾ തീർക്കുകയും ചെയ്യണം. അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് എന്താ പറയുക ഭയങ്കര ടെൻഷനായി. ഇനി അധികം ദിവസമല്ല എക്സാമിന്. അതിൻ്റെ ഇടയിൽ കൂടെ 2-3 പ്രാവശ്യം എണീക്കലും കൂടെ ആകുമ്പോൾ ആ സമയം അങ്ങനെയും പോവുകയാണ്. എനിക്ക് അത്രയും സമയം വൈകുന്നേരമൊക്കെയായി. എന്താ പറയുക മഴയൊക്കെ പെയ്യാൻ ഒരു മൂഡിൽ മാറി തോന്നി. ഇപ്പോൾ തുണികളൊക്കെ അലക്കാട്ടീന്. അപ്പോൾ പിന്നെ അതൊക്കെ കൊടുന്ന് സെറ്റാക്കി വെക്കാൻ വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എണീച്ചു. എന്നിട്ട് പിന്നെ അവൾക്ക് ഫീഡ് ചെയ്തിട്ട് ഞാനും അറിയാതെ ഉറങ്ങിപ്പോയിക്കണം ആ ഉച്ച സമയത്ത്. പിന്നെ ഞങ്ങളുണ്ടാവും നീച്ചപ്പോൾ തന്നെ 6 മണിയായി, വൈകുന്നേരം ആയിക്കണം. പിന്നെ എന്താ പറയുക ഓളിപ്പോൾ ഓൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ ഓളെ പിന്നാലെ നമ്മളിപ്പോൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട സമയമാണ്. കാരണം സ്റ്റെയർ വരെ കയറി ഇറങ്ങുന്നുണ്ട്. കാരണം നടക്കാനൊന്നും ആയിട്ടില്ല. പക്ഷേ എന്താ ഭയങ്കര ഒരു നമ്മളെ കണ്ണെപ്പോഴും ഓലെ കൂടെ വേണം. പിന്നെ മഗ്‌രിബൊക്കെ കഴിഞ്ഞ് കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സെറ്റാക്കി മടക്കി വെക്കാൻ. അപ്പോൾ അതൊക്കെ മടക്കി വെക്കാൻ വിചാരിച്ചു. അങ്ങനെ അതൊക്കെ മടക്കി സെറ്റാക്കിയിട്ട് വേണം ഇനിയിപ്പോൾ ചിക്കൻ കൊടുന്നതിന്. അപ്പം ചിക്കൻ കറിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണം. ഇതാണ് ആളെ പരിപാടി കേട്ടോ.
ഒന്നും കയ്യെത്തുന്നിടത്ത് വെക്കാൻ പറ്റില്ല. അത് ഞാൻ വിചാരിച്ചിരുന്നു അത് കയറലുണ്ടാവില്ല എന്ന് കേട്ടോ. പക്ഷേ അതൊക്കെ കയറി വലിഞ്ഞ് ഓളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് എന്താ അതിൻ്റെ അപ്പുറത്തേക്ക് ഓൾ ചെയ്ത് വെച്ചു. അങ്ങനെ കഴിഞ്ഞ് എന്താ പറയുക ചപ്പാത്തിയും കോഴിക്കറിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ആ നേരം പോയി. ഇന്ന് രാത്രി വരെ നമുക്ക് പിന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ല. പിന്നെ ഫുഡ് കഴിച്ച് ഒക്കെ പിന്നെ വിചാരിച്ചു ബാഗൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാതെ ഫുഡ് കഴിച്ച് പിന്നെ ഒക്കെ കഴിയുമ്പോഴത്തേന് തന്നെ സമയം 10-11 മണിയാവും. അപ്പോൾ പിന്നെ രാത്രി എന്തായാലും പഠിക്കാൻ കൂടില്ല. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ ഇവിടെയുള്ള പോക്കാൾ കാര്യങ്ങൾ. അപ്പം രാത്രി എങ്ങനെയായാലും പഠിക്കാൻ കൂടുതലുണ്ടാവില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബായ്.